പ്രൈസ് ലോർഡ്. ഇന്നത്തെ ഡെയിലി മന്നയിലേക്ക് ക്രിസ്തീയ നാമത്തിൽ ഏവർക്കും സ്വാഗതം. വെൽക്കം ടു ടുഡേയ്സ് ഡെയിലി മന്ന. ഇന്നത്തെ വചനധ്യാനം മെഡിറ്റേഷനായി മത്തായി ചാപ്റ്റർ 2 വേർഡ്സ് 21. മത്തായി 2:21 മുതൽ. അവൻ എഴുന്നേറ്റു ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്ത് വന്നു. എന്നാൽ യഹൂദയിൽ അർക്കലയോസ് തൻ്റെ അപ്പനായ ഹെരോദാവിന് പകരം വാഴുന്നു എന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ടു. സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാവാൻ തക്കവണ്ണം നസറേത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. പ്രിയമുള്ള ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഒരു വെളിപ്പാടിൻ പ്രകാരം ഒരു അനർത്ഥം വരുന്ന നേരത്തെ വെളിപ്പാട് കൊടുത്ത് അവിടുന്ന് യോസേഫ് മാറിപ്പോകുന്നതായിട്ട് നാം കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ബന്ധമുള്ളവർക്ക് ദൈവം ഏത് സിറ്റുവേഷനിലും, അത് പോസിറ്റീവായിട്ട് നെഗറ്റീവ് ആയിക്കോട്ടെ, ഓപ്പോസിറ്റ് സിറ്റുവേഷനിൽ നമ്മളറിയാതെ തന്നെ ദൈവം നമുക്ക് ഒരു സിഗ്നൽ തരും, അത് ശരിയല്ല എന്ന്. പക്ഷേ നമ്മൾ റിജക്റ്റ് ചെയ്യാൻ പാടില്ല, അവഗണിക്കാൻ പാടില്ല. പ്രത്യേകിച്ചും പ്രാർത്ഥന എന്നത് ഒരു ദൈവവുമായിട്ടുള്ള ഒരു റിമോട്ട് കൺട്രോളാണ്. നമുക്ക് തമ്മിലൊരു കണക്ഷനാണ് പ്രയർ ദൈവവുമായിട്ടുള്ള. അപ്പം അതിലൂടെ എപ്പോഴും ഒരു ചാർജ് ഫോണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പോലെ, ഫുൾഫില്ലാകുന്ന പോലെ പ്രാർത്ഥനയിലൂടെ ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് നിറയ്ക്കും. ദൈവമായിട്ടുള്ള ആ കണക്ഷൻ, ആ റൂട്ട് കണക്ഷൻ നമ്മൾ ഒരിക്കലും ഡിസ്കണക്റ്റ് ആവാതെ ശ്രദ്ധിക്കുക. എത്ര സന്തോഷം ജീവിതത്തിൽ വന്നാലും, എത്ര ദുഃഖം നമ്മെ വീഴ്ത്തിക്കളയാൻ ശ്രമിച്ചാലും, നമ്മൾ ആ പിടിവള്ളിൽ, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, ആ പിടിവള്ളിൽ പിടിച്ച് കരയുക. തീർച്ചയായും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവരാണ് കർത്താവ് യേശു ക്രിസ്തു. ആ ദൈവം ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാ സാഹചര്യങ്ങളും, ഈ ലോകത്തിൽ ഒന്നായിരിക്കുമ്പോൾ അവൻ നേരിടേണ്ട എല്ലാ സിറ്റുവേഷൻസും എല്ലാം എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് കർത്താവ് മാതൃക കാണിച്ചു തന്നു. ആരെങ്ങനെ കാണണം, ഓരോ സിറ്റുവേഷൻ നമ്മളെങ്ങനെ ഇടപെടണം എന്നുൾപ്പെടെ. അപ്പോഴും നമ്മൾ അത് മാതൃകയാക്കി മുന്നോട്ട് പോവുക, കർത്താവിനെ മാതൃകയാക്കുക. മറ്റു മനുഷ്യരെയോ മറ്റുള്ളവർ പറയുന്ന കേട്ടല്ല. വചനം വായിക്കുക, ധ്യാനിക്കുക, വെളിപ്പാടിനായി പ്രാർത്ഥിക്കുക, പരീക്ഷയിൽ അവിടുത്തെ അദൃഷ്ടം ഒഴിവിക്കാൻ, ലോകജനം വിഷയം ഒഴിവിക്കാൻ. ആ ഒരു പ്രാർത്ഥന എപ്പോഴും മനസ്സിലുണ്ടാകട്ടെ. ഞാൻ നിനക്കും വായിച്ചെന്തൊടുക്കണങ്ങളെ ശാസ്ത്ര താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കളയുമെന്ന വചനപ്രകാരം ദൈവം നമുക്ക് മുമ്പായി ദൂതനയച്ച് സകല ദുർഘടങ്ങളെയും സമനിലമാക്കും. എല്ലാ ചെങ്ങളുടെ അവസ്ഥയും മരുഭൂമിയാക്കും. മാറയും അത് മധുരമാക്കും. ഇരുട്ടിനെ വെളിച്ചമാക്കും. വിലാപത്തെ നൃത്തമാക്കും. മരിച്ച ലാസ്റ്റിനെ ഉയർപ്പിച്ച് ദൈവം തബീതെ ഉയർപ്പിച്ച കർത്താവ് തൻ്റെ ഉയർപ്പിൻ്റെ ശക്തി, പുനരുദ്ധാന ശക്തി അയച്ച് നമ്മെ വിടുവിക്കാൻ ശക്തനാണ്. കർത്താവിന് മന്ദിരമാണ് നമ്മുടെ ശരീരത്തിൽ പരിശുദ്ധാത്മ ശക്തി പകർന്ന് ദൈവം നമ്മെ പുനരുദ്ധാന ശക്തിയാൽ നിറച്ച് പൂർണ്ണ സൈന്യത്തോടും ബലത്തോടും വിടുതലോടും അത്ഭുത വിഷയമാക്കി തീർക്കും. അമ്മ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കയില്ല, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ്. ഒന്നും ഇല്ലെന്നും മാത്രം അരുളി ചെയ്യുന്ന ദൈവം, ഒറ്റ വാക്കുകൊണ്ട് സകലം സൃഷ്ടിച്ച കർത്താവ്, എൻ്റെ ജീവിതത്തെ അനുഗ്രഹം പകർന്ന ദൈവം, അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്ത ദൈവം, ജീവിക്കുന്നതുമായി ഇന്നും എൻ്റെ കൂടെയുള്ള സ്വർഗത്തിലെ എൻ്റെ ദൈവം, എന്നെ ചേർക്കാൻ വീണ്ടും വരുന്ന എൻ്റെ കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കും. വരവനായ നമ്മളെ ഒരുക്കും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ മുറുകെ പിടിക്കുക, കർത്താവിൽ ആശ്രയിക്കുക. കർത്താവ് നമ്മുടെ പിടിയുള്ള ആയിരിക്കട്ടെ. ഏത് സാഹചര്യത്തിലും നമ്മൾ ദൈവത്തെ മറക്കാതിരിക്കുക. സന്തോഷമാകട്ടെ, ദുഃഖത്തിൻ്റെ കടലാകട്ടെ, ഏറ്റവും കാറ്റിനെയും കണ്ണേ ശാസ്ത്ര ദൈവം നമ്മുടെ ജീവിതമാകുന്ന പടകിനെ നയിക്കും.
ആമേൻ. സ്തോത്രം. എൻ്റെ ജീവിതത്തെ നയിക്കുന്നവൻ നിങ്ങളെ നയിക്കും. ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ, നന്മകളാൽ നിറയ്ക്കട്ടെ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായ്ക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ, യേശു 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 ആരിലും വലിയവൻ, യേശു 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 ആരിലും മതിയായവൻ, യേശു ആരിലും മതിയായവൻ. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരമനുസരിച്ചാൽ അവൻ ഒരുക്കിയിടും നമുക്കകിലും. ആലയത്തിൽ സർവ നന്മകളാൽ, അവനാലയത്തിൽ സർവ നന്മകളാൽ നമ്മെ നിറച്ചിടുവാനുദിനം, നമ്മെ നിറച്ചിടുവാനുദിനം. ജീസസ് ജീസസ് Jesus is strongholder. Jesus, Jesus, He is more than everything. He is more than everyone. Yesu, Yesu, Yesu अच्छे प्रभु है. यीशु 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 मेरे सकता है, यीशु मेरे सब कुछ है. यीशु यीशु അവർ യാരിലും പെരിയവർ, യേശു യേശു അവർ ആരിലും മതിയായവർ, അവർ യാരിലും മതിയായവർ. Have a blessed day. God bless you all. Praise. Take care of you in Jesus Christ. Maria.